ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു 12 ഇഞ്ച് സബ്വൂഫറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോണിയുടെ NW12002 മോഡൽ നമ്പർ വരുന്ന പെന്തഗൺ ഷേപ്പിലുള്ള ഒരു 1800 വാട്ട്സ് പീക്കും അതുപോലെ തന്നെ 420 വാട്ട്സ് RMS ഒക്കെ വരുന്ന ഒരു അടിപൊളി സബ്വൂഫറിൻ്റെ അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തായിട്ടുള്ള ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇത് 7 kg, അതായത് 7 kg യോളം വെയിറ്റ് ഒരു സബ്വൂഫർ വരുന്നുണ്ടെന്നും പിന്നെ അതിൻ്റെ കോൺ, അതുപോലെ തന്നെ സ്പൈഡർ, വോയിസ് കോയിൽ, മാഗ്നറ്റ് എന്നിവ സാധനങ്ങളുടെ സ്പെസിഫിക്കേഷൻസ് അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റും മെഷർമെൻറ്റും ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ MRP അടിച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 4999 രൂപയാണ് ഇതിൻ്റെ MRP അടിച്ചിട്ടുള്ളത്. സംഭവം ഈ സാധനത്തിന് 3800 തൊട്ട് 3900 ആ ഒരു റേറ്റിലാണ് ഇതിൻ്റെ ഒരു ഫിക്സഡ് റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സാധനത്തിന് ഫിക്സഡ് റേറ്റ് തന്നെയാണ്, മിക്കൊരു സ്ഥലത്ത് ഈ ഒരു റേറ്റ് തന്നെയായിരിക്കും ഈ ഒരു സബ്വൂഫറിന്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി കളയാം. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഈ ഒരു സബ്വൂഫറാണോ അതോ JBL 1500 ആണോ കറക്റ്റ് മാച്ച് ആയിരിക്കും, അതായത് നല്ല പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ അതിനുള്ള ഉത്തരം ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. അപ്പോൾ നമ്മൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ വാറണ്ടി കാർഡ്, അത് തന്നെ സോണിയുടെ ഒരു യൂസർ മാനുവൽ പോലത്തെ ഒരു ബുക്കും കാണാം. അപ്പോൾ ഇതാണ് 1 year വാറണ്ടി കാർഡ്. അപ്പോൾ April 22, 2022 വരെ ഈ സാധനത്തിന് വാറണ്ടി ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഈ ഒരു പാക്കേജിങ്ങിന്. നമ്മുടെ വോയിസ് കോയിൽ എന്തെങ്കിലും തരത്തിൽ അടിച്ചു പോകാൻ വെച്ചാൽ നമുക്ക് ഈ വാറണ്ടിയിൽ മാറി കിട്ടും. പേപ്പർ എങ്ങനെയും കീറി പോകാൻ വെച്ച് കഴിഞ്ഞാൽ വാറണ്ടി ഒന്നും കിട്ടില്ല, കോയിലിന് മാത്രമാണ് വാറണ്ടി പറയുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. അപ്പോൾ യൂസർ മാനുവൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതാണ്. ഇതിൽ 2 ബോക്സിൻ്റെ മെഷേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം, നമ്മുടെ സബ്വൂഫറിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സബ്വൂഫർ വരുന്നത്. തെർമോകോൾ പാക്കേജ് ഒന്നുമില്ല, നല്ല അത്യാവശ്യം കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ ഉള്ളിൽ, അതായത് ഒരു സൈഡിലേക്ക് പോലും അലങ്ങാത്ത രീതിയിൽ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സബ്വൂഫർ വരുന്നത്. നല്ലൊരു വെയിറ്റ് തന്നെയുണ്ട്. എനിക്ക് ഈ ഒറ്റ കൈയോടെ അങ്ങനെ ഒന്നും പിടിക്കാൻ പറ്റണില്ല, കാരണം 7 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബോക്സിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല, ഈ ഒരു ചട്ടകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് വാറണ്ടി കാർഡും ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് വീടിൻ്റെ ലാസ്റ്റ് അത് നോക്കി കളയാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്വൂഫർ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ഒന്ന് തുറന്നിട്ട് നമ്മുടെ സബ്വൂഫറിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സ്ക്രൂ സെറ്റ് കിട്ടും. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആ സ്ക്രൂ സെറ്റ്. ഇതിനോടൊപ്പം തന്നെ കണക്ടർ പിന്നും കൊടുത്തിട്ടുണ്ടാവണം. നമുക്ക് നേരം നോക്കി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്വൂഫർ. നമ്മുടെ ബാസ് പ്രാന്തന്മാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സബ്വൂഫറാണ് നമ്മുടെ ഈ സോണി എക്സ്പ്ലോഡ്. അതായത് ഭയങ്കര ഹാർഡാണ് ഈ സാധനം. 35 Hz തൊട്ട് 1000 Hz വരെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഭയങ്കര ഹാർഡ് സബ്വൂഫറാണ്. പിന്നെ ഇതിൻ്റെ റബ്ബർ എഡ്ജൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്മൂത്താണ്. ഭയങ്കര സ്മൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ റേസർ ഇല്ല അതുപോലെയൊക്കെ ഭയങ്കര സ്മൂത്താണ്. പിന്നെ കുറേ പേര് ഡൗട്ടാണ്, ഈ ഒരു സാധനം 420 വാട്ട്സ് RMS എന്ന് പറയുന്നത്. അതൊക്കെ വെറും തള്ളി എഴുതേണ്ടതാണ് സോണി എന്ന് പറയുന്ന കമ്പനി. ഈ സംഭവം 300 വാട്ട്സ് ഉള്ളൂ. അതായത് 420 വാട്ട്സ് CEO വാട്ട്സ് ആണ്, അതായത് കുറച്ച് നേരത്തേക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു പീക്ക് വാട്ട്സ് ആണ് 420 വാട്ട്സ്. 300 വാട്ട്സ് വരെ കൊടുക്കാൻ വെച്ചാലാണ് ഈ ഒരു സബ്വൂഫറിന് നല്ല വർക്കും ഉണ്ടാവുള്ളൂ, നല്ല ലൈഫും ഉണ്ടാവുള്ളൂ. അതാണ് കമ്പനി പറയുന്നത്. കാരണം റേറ്റഡ് RMS പവറിന് എഴുതിയിട്ട് 300 വാട്ട്സിന് എൻ്റെ മാഗ്നറ്റും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വാട്ടേജ് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഡബിൾ മാഗ്നറ്റാണ് വരുന്നത്. പിന്നെ പെയിൻറ്റ് ക്വാളിറ്റി അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. പിന്നെ എൻ്റെ കണക്ടർ വന്നിട്ടുള്ളത് പ്ലഗ് ഇൻ ടൈപ്പാണ്. ഞാൻ പുഷ് കണക്ടറാണ് വിചാരിച്ചത്, പക്ഷേ പ്ലഗ് ഇൻ ടൈപ്പ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനോടൊപ്പം കിട്ടുന്ന ഒരു കണക്ടറാണ്, അതായത് പ്ലഗാണ് ഈ ഒരു കാണുന്നത്. പിന്നെ സ്ക്രൂ സെറ്റ് നമുക്ക് ഇതിനോടൊപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ വയറൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പിന്ന് മാത്രമാണ് ഇതിനൊപ്പം കിട്ടുന്നത്. പിന്നെ ഇതാണ് ഞാനിവിടെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ബോക്സാണ്, ഡബിൾ ഹോൾ MDFൻ്റെ പ്യൂർ MDFൻ്റെ ബോക്സാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഇതിൻ്റെ ഉള്ളിൽ അക്വാസ്റ്റിക് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ കുറേ അനാവശ്യമായിട്ടുള്ള നോയ്സൊക്കെ അതിൽ തന്നെ ക്യാൻസലായി പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്വൂഫർ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു ലുക്ക് എന്ന് പറയുന്നത്. നല്ലൊരു ലുക്ക് തന്നെ ഒരു സബ്വൂഫർ വരുന്നുണ്ട്. പിന്നെ ലുക്ക് മാത്രമല്ല പെർഫോമൻസും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു സബ്വൂഫർ വാങ്ങണോ അതോ JBL വാങ്ങണോ എന്ന്. നിങ്ങൾക്ക് നല്ല ഹാർഡ് ബാസ്, അതായത് ഭയങ്കരമായിട്ട് ഹാർഡ് ബാസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ സോണിയിലേക്ക് നോക്കിയാൽ മതി. കാരണം സ്മൂത്തായിട്ടുള്ള ബാസ് ഈ ഒരു സബ്വൂഫറിന് ഒരിക്കലും കിട്ടില്ല, കാരണം ഭയങ്കര ഹാർഡാണ് ഈ സബ്വൂഫർ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ്. ഞാനൊരു 7 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഇംപ്രഷൻ ഒരു വീഡിയോ ഇട്ട് തരാം. അതിൽ ഞാൻ ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാം. പിന്നെ JBL എന്ന് പറഞ്ഞ സബ്വൂഫർ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്.
അത് അത്യാവശ്യം കുഴപ്പമില്ല. 450 ഹേർട്സ് വരെയാണ് അതിൻ്റെ ഫ്രീക്വൻസി സപ്പോർട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം ബാസൊക്കെ അതിൽ സപ്പോർട്ട്, അതായത് ഹാർഡ് ബാസൊക്കെ സപ്പോർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ സ്മൂത്ത് ബാസും സപ്പോർട്ട് ചെയ്യും. പിന്നെ പൈനിയർ എന്ന് പറയുന്ന സബ്വൂഫർ ഭയങ്കര സ്മൂത്താണ്. അത് മാക്സിമം ഒരു 120-140 വരെ ഫ്രീക്വൻസി സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത് ഭയങ്കര സ്മൂത്താണ്. അതൊരിക്കലും ഹാർഡ് ബാസൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്മൂത്ത് ബാസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്വൂഫർ വേണമെങ്കിൽ നോക്കാം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഹാർഡ് ബാസ് വേണമെങ്കിൽ സോണിയിലേക്ക് പോകാം. ഒരു മിഡ്, അതായത് ഹാർഡും സോഫ്റ്റും വേണമെന്നുണ്ടെങ്കിൽ JBL പോകാം. സ്മൂത്ത് ബാസ് വേണ്ടതെന്ന് വെച്ചാൽ പൈനിയർ നോക്കാമെന്നാണ്. അപ്പോൾ ഈ ഒരു പ്രിക്കോഷൻസിൽ പറയുന്നുണ്ട് 3/4 MDFൻ്റെ ബോക്സ് കൊടുത്താലാണ് നല്ലൊരു പെർഫോമൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തുകൊണ്ട് 3/4 MDF ബോക്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതൊരു കാർ സബ്വൂഫറാണ്. അപ്പോൾ കാറിൽ വെക്കുന്ന സീൽഡ് ബോക്സിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാണ് നമ്മുടെ ഡയമെൻഷൻസ്, അതായത് സബ്വൂഫറിൻ്റെ ഡയമെൻഷൻസൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ നിങ്ങൾ കണ്ടോ, റേറ്റഡ് പവറിന് എഴുതിയിട്ട് 300 വാട്ട്സ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ CEA വാട്ട്സ് ആണ്. RMS പവർ എന്ന് പറയുന്നത് 420 വാട്ട്സ്. അപ്പോൾ 300 വാട്ട്സിൻ്റെ ഒരു സബ്വൂഫറാണ് ഈ ഒരു സബ്വൂഫർ എന്ന് പറയുന്നത്. പിന്നെ 4 ohms ആണ് ഇതിൻ്റെ ഇമ്പഡൻസ് വരുന്നത്. പിന്നെ ഇതൊരു കാർ സബ്വൂഫറാണ്. പിന്നെ ഇതാണ് അതിൻ്റെ പോർട്ടഡ് ബോക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. 28 ലിറ്ററിൻ്റെ ബോക്സാണ് അതിന് പോർട്ടഡ് ബോക്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതാണ് സീൽഡ് ടൈപ്പ് ബോക്സ് വരുന്നത്. ഇതിന് ഏകദേശം ഒരു 24 ലിറ്ററിൻ്റെ ബോക്സാണ് സീൽഡ് ടൈപ്പിൽ വരുന്നത്. പിന്നെ 4 ohmസിൻ്റെ സബ്വൂഫറാണ്. 300 വാട്ട്സാണ്. റേറ്റഡ് RMS എന്നും. പിന്നെ അതുപോലെ CA വാട്ട്സ് 420 വാട്ട്സും. പിന്നെ പീക്ക് പവറാണ് 1900 വാട്ട്സിനൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സബ്വൂഫറിൻ്റെ ഡയമെൻഷൻ കട്ട് ചെയ്യാനുള്ളൊരു ഇമേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഒരു ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ ഈ ഒരു ഇതിൽ വരുന്നത്, സോണിയുടെ ഒരു ഓഫറിൽ വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സബ്വൂഫർ നമ്മുടെ ആംപ്ലിഫയറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ എന്ന് പറഞ്ഞത് IRFP 240-9040 ബ്രിഡ്ജ് മോസ്ഫെറ്റ് ആംപ്ലിഫയർ ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സബ്വൂഫർ മേടിച്ച് വീട്ടിൽ യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു 4 ട്രാൻസിസ്റ്റർ ബോർഡ് പാരലൽ ചെയ്തിട്ടുള്ളത് മേടിക്കുക. കാരണം അത് മാത്രമേ 4 ohmസിൽ സ്റ്റേബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു നല്ല ആംപ്ലിഫയർ ബോർഡ് ഉള്ളൂ. പിന്നെ മാത്രമല്ല ആ ബോർഡ് വർക്കിനനുസരിച്ച് മാത്രമേ ചൂടാവുള്ളൂ. ടോഷിബയുടെ ട്രാൻസിസ്റ്റർ ഒക്കെ ഇട്ട് വരുന്ന ബോർഡാണ്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് തന്നെ ഉണ്ടാവും. അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു സബ്വൂഫറിന്റെ വർക്കിംഗ് വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ഇതിന്റെ വർക്ക് എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഫോണിന്റെ മൈക്കിലാണ് ഇതിപ്പോ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു സബ്വൂഫറിന്റെ വർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ 50% വോളിയത്തിൽ വെച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു മോസ്ഫെറ്റ് ആംപ്ലിഫയർ ബോർഡാണെന്ന്. അപ്പോൾ ഒരു 75-80% എടുക്കുമ്പോൾ ഇതിനും പെർഫോമൻസ് കിട്ടും. അതായത് ഭയങ്കര ഹാർഡ് ബാസാണ് ഒരു സബ്വൂഫർ എന്ന് പറഞ്ഞാൽ. നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. എനിക്ക് മൊത്തത്തിലേക്കും ബാസ് ഭയങ്കര ഭ്രാന്താണ്. അപ്പോൾ എനിക്ക് ഒരു സബ്വൂഫർ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരൊക്കെ വെച്ച് കഴിഞ്ഞാൽ JBL എടുക്കണം ഞാൻ പറയുള്ളൂ. കാരണം അത് ഇതിന്റെ അത്ര ഹാർഡല്ല. അത്യാവശ്യം സ്മൂത്ത് ആണ്, എന്ന് വെച്ചാൽ അത്യാവശ്യം ഹാർഡാണ്. ആ ഒരു സബ്വൂഫറിൽ പോകുന്നത് നല്ലത്. പിന്നെ ആ ഒരു സബ്വൂഫറിനായിട്ട് ഏകദേശം 1000 രൂപയുടെ അവിടേക്ക് ഡിഫറൻസ് ഉണ്ട് ഈ ഒരു സബ്വൂഫർ. ഇതിന് JBL 4500 അവിടേക്ക് റേറ്റ് വരുന്നുണ്ട്. ഇതിന് 3700 അവിടേക്കൊക്കെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇത് എടുക്കണവർക്ക് ഇത് എടുക്കാം, അല്ലെങ്കിൽ JBL എടുക്കണവർക്ക് JBL എടുക്കാം. അപ്പോൾ ഈ ഒരു സബ്വൂഫറിന് ഞാൻ പറഞ്ഞു 4 ട്രാൻസിസ്റ്റർ പാരലൽ ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ ബോർഡാണ് മാച്ച് എന്ന്. അപ്പോൾ ആംപ്ലിഫയർ ബോർഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഡിടെക് ഓഡിയോസിന്റെ ബോർഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെയും കൂടി ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുകയുള്ളൂ. ഇപ്പോഴും വീഡിയോ കാണുന്ന ഭൂരിഭാഗം 80% ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് പോകുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും വീഡിയോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.